ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക്കി മനൂസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫോണിൻ്റെ ചെറിയൊരു അൺബോക്സിങ്. യെസ് ഗുയ്സ്, എനിക്ക് സ്വന്തമായിട്ട് അമ്മ ഒരു ഫോൺ മേടിച്ചു തന്നു. അപ്പോൾ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി P2 Pro. അപ്പം നമുക്ക് അങ്ങ് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്നും തുറക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഓക്കെ ഗുയ്സ്, നമ്മൾ തുറന്നു. മേക്ക് ഇറ്റ് റിയൽ. എന്തുവാ ഒക്കെ റിയൽമിയുടെ ഒരു ചെറിയൊരു ബോക്സ് സംഭവമുണ്ട്. ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തുവാ ഇത് മറ്റേ കേർവ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഹോൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ, പിന്നെ സിം ഇജക്ടർ ടൂള്, ഗൈഡ്, പിന്നെ അതിൻ്റെ വാറണ്ടിയുടെ അതും ഇതൊക്കെ, ഒരു TPU കേസ്. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. ആദ്യം ഡിവൈസ് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഹാൻഡ്സെറ്റ്. ഓക്കെ, ഇതാണ് ഡിവൈസ്. ഒക്കെ ഒരു Type-A to Type-C ചാർജിങ് കേബിൾ ഉണ്ട്. Type-A to Type-C ചാർജിങ് കേബിള്, പിന്നെ ഒരു 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജർ ബ്രിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നീക്കിച്ചു. ഇതാണ് ഡിവൈസ് എന്ന് പറഞ്ഞ് വരുന്നത് റിയൽമി P2 Pro 5G. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 6,83,000 ANTUTU ഉണ്ട്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7 Gen 2 എങ്ങാണ്ടാണ് എൻ്റെ പ്രോസസ്സർ വരുന്നത്. അത്യാവശ്യം നല്ല ഫോണാണ്. ഇതാണ് സ്പെക്ക് റിയൽമി P2 Pro. ഇത് ഞാൻ എടുത്തേക്കുന്നത് 128GB 8GB ആണ്. പിന്നെ എൻ്റെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്യാമറ കേട്ടോ. സോണിയുടെ OS ക്യാമറയൊക്കെ ആയിരുന്നു വരുന്നത്. നൈസ് ക്യാമറയാണ് കമ്പാരിറ്റീവ്ലി. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഫോണിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. നമ്മളിപ്പം ഡിസ്പ്ലേയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും 120 ഹെർട്സിൻ്റെ കേർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. ആ ഒരു 120 ഹെർട്സ് അത്യാവശ്യം നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് മാത്രം നമുക്ക് ആ ഒരു 120 ഹെർട്സ് കിട്ടുന്നില്ല. 60 ഹെർട്സിൽ തന്നെ ലോക്കായിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മിക്കവാറും സോഫ്റ്റ്വെയർ ബഗ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നോക്കുമ്പോഴത്തേക്കും ഇവിടെ വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് 120 ഹെർട്സ് തന്നെ ഹോം പേജ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കൊക്കെ 120 കിട്ടുന്നുണ്ട്. ചില സമയത്ത് അത് 60 ഹെർട്സിലോട്ട് സ്വിച്ച് ആവുന്നുണ്ട്. കണ്ടോ, അതിപ്പം ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി അത് 90 ഹെർട്സിലോട്ട് സ്വിച്ചായി. ഹോം പേജ് വരുമ്പോഴത്തേക്കും ഹോം പേജിലൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട്. പക്ഷേ ചില ആപ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ കിട്ടുന്നത് 60 ഹെർട്സ് അല്ലെങ്കിൽ 90 ഹെർട്സ് ഒക്കെ ചെയ്യണം. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കയറിയപ്പോഴത്തേക്കും കിട്ടുന്നത് ആകെ 60 ഹെർട്സ് ആണ്. അപ്പം ഇത് സോഫ്റ്റ്വെയർ ബഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഉടനെ വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകളിൽ നമുക്ക് ലൈക്ക് എന്താ പറയുക, റിഫ്രഷ് റേറ്റ് എല്ലാ ആപ്സിലും അങ്ങനെ കമ്പാറ്റബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാണ്ടിങ്ങനെ നിൽക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 60 ഹെർട്സിലോട്ട് സ്വിച്ച് ആവും. അത് എന്തോ ഓട്ടോ സ്വിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ. അതിൻ്റെ ആയിരിക്കും. കണ്ടോ, യൂസ് ചെയ്യാത്തപ്പോഴത്തേക്കും സ്ക്രീനിൽ ടച്ച് ചെയ്യാത്ത സമയത്ത് തന്നെ 120 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലോട്ട് സ്വിച്ച് ആവും. ഈ ഫോണിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിന് ടോട്ടല് PUBG-യിൽ 60 FPS കളിക്കാൻ പറ്റും. ബാക്കിയുള്ള ഗെയിമിലും അത്യാവശ്യം നല്ല FPS ഒക്കെ കിട്ടുന്നുണ്ട് കളിച്ച് നോക്കിയിട്ട്. ഇപ്പം ഈ ഫോണിന് വരുന്നത് സ്റ്റോറേജ് സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 8GB 128GB UFS 3.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ ഇത്.
ഇപ്പം അത്യാവശ്യം സ്മൂത്താണ്. UFS 3.1 ആണല്ലോ, അപ്പം അതിൻ്റേതായ സ്മൂത്ത്നെസ് ഒക്കെ ഫോണിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഫോൺ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ലൈക്ക് എനിക്ക് അത്യാവശ്യം ഓഫേഴ്സൊക്കെ കിട്ടി. ഇത് ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 23,000 രൂപയുടെ ഫോണാണ്. ഓരോ ഓഫേഴ്സും എനിക്ക് എന്തോ ബൈ ഫോർ 5,000 ഗെറ്റ് 2,250 അങ്ങനെ ഓഫേഴ്സൊക്കെ കിട്ടി. അപ്പോൾ ആ ഓഫറൊക്കെ വെച്ച് എനിക്ക് ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്യാൻ തന്നേക്കുന്നത് 16,750 ആണ്. ആ ഒരു 16,000-ന് എനിക്ക് എന്തായാലും വെർത്തായിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് 23,000 ഫോണൊക്കെ അല്ല 25,000 ഫോണൊക്കെ 16,000 കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള വാല്യൂ ഫോർ മണിയാണ് ഈ ഫോൺ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഉണ്ടാവാം. എനിക്ക് ഈ ഫോൺ ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. ഞാൻ കുറച്ച് ഇനി ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും എത്ര FPS ഒക്കെ കിട്ടുന്നുണ്ട് അത് നോക്കിയിട്ട് പറയാം. ഓക്കെ ഗുയ്സ്, നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് വെറുതെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ്. എനിക്ക് അത്യാവശ്യം നല്ല ക്യാമറ ആയിട്ട് തോന്നി, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം PUBG കളിക്കാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കണമെങ്കിൽ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 60 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ iQൻ്റെ Z7 Pro എടുക്കുക, അല്ലെങ്കിൽ iQ Z9S അതൊക്കെ എടുക്കുക. അതിന് അത്യാവശ്യം 7 ലക്ഷം അടുപ്പിച്ച് AnTuTu ഒക്കെ ഉണ്ട്. അപ്പം 90 FPS അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഐഫോണൊക്കെ എടുക്കുക, 120 Hz അല്ല 120 FPS നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഫോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഇതൊരു ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു, ബൈ ഗുയ്സ്. അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് ഈ വരുന്ന ഈ പാർട്ടിലോട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Realme P2 Proൻ്റെ ക്യാമറ മൊഡ്യൂൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിന് ആകെ 2 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഫേക്ക് ക്യാമറ മൊഡ്യൂൾ പോലെ ഇച്ചിരി റിഫ്ലക്റ്റീവ് പാർട്ട് പോലെയാണ് ആ ക്യാമറയ്ക്കകത്തിരിക്കുന്നത്. 50 MP സോണിയുടെ IMS ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഈ ഫോൺ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ക്യാമറയുടെ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K 30 FPS ഷൂട്ട് ചെയ്യാം. 1080p 60 FPS 720p 120 FPS ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് സെയിം. 4K നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. ഇത് തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിൽ 720p 120 കിട്ടുന്നില്ല, നമുക്ക് 60 മാത്രമേ കിട്ടുന്നുള്ളൂ. 1080p 60 നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. 0 to 50 നമുക്ക് 30 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാം. 0 to 100 1 hour കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ചാർജ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 5200 mAh ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ യൂസിലൊക്കെ ഗെയിം കളിച്ചിട്ടൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഞാൻ എൻ്റേതായ കുറേ ഗെയിമൊക്കെ കളിച്ച് നോക്കി, ഫ്രീ ഫയർ കളിച്ച് നോക്കി, PUBG കളിച്ച് നോക്കി, കാർ സ്ട്രീറ്റ് കളിച്ച് നോക്കി. എനിക്ക് ഫ്രീ ഫയറിൻ്റെ അകത്ത് സോളിഡ് 90 FPS കിട്ടുന്നുണ്ട്. PUBGക്കകത്ത് സോളിഡ് 60 to 70 FPS കിട്ടുന്നുണ്ട്. കാർ സ്ട്രീറ്റിൻ്റെ അകത്ത് 90 FPS സോളിഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ് വരുന്നത്. 5200 mAh എന്ന് പറഞ്ഞാൽ അധികം ഫോണൊന്നുമില്ല. മിക്ക തിന്നായിട്ടുള്ള ഫോണിനും 4000 mAh തീരും. ഇപ്പോൾ നല്ലൊരു ബാറ്ററി. ഓക്കെ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തപ്പോൾ പറയാൻ മറന്നു എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.